വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. നമ്മൾ പഠിച്ച് പേജ് നമ്പർ 72 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 72 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് പഠിച്ചു തുടങ്ങിയിട്ട്? ഓക്കെ അല്ലേ? ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ ഇത്? ഓക്കെ, നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോട്ട്സ് അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർ നമ്മളോട് ചോദിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 6th ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ഫോർമുലയൊക്കെ ഓർക്കുന്നുണ്ടോ? ഒരു 4 ഫോർമുല പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചെങ്കിലേ ചെയ്യാൻ പറ്റൂലേ. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കണം. ഇതിന് ഏത് ഫോർമുല ഉപയോഗിക്കണ്ടേ? ഇതിന് നമുക്കറിയാം, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുലയുണ്ട്. n × n+1/2. എത്ര ടേംസ് ഉണ്ട്? 20 × n+1, 20 + 1, 21/2. അപ്പോൾ ഇത് എത്ര വരും? 420/2 വിച്ച് ഈസ് 210. തീർന്നു. ഓക്കെ, ഇതാണ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ടു വന്ന മക്കൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇതിനു മുമ്പ് എന്ത് പഠിച്ചായിരുന്നു? ഫോർമുലയൊക്കെ പഠിച്ചു വെച്ചായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് 20 numbers got by multiplying the natural numbers by 5 and adding 1. എന്താ പറഞ്ഞേക്കുന്നത്? 5ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഓഫ് 5 + 1 ഇങ്ങനെ കിട്ടുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നത് 5n അല്ലേ? 5ന്റെ മൾട്ടിപ്പിൾ +1. അപ്പോൾ എന്താ നമുക്കിപ്പോൾ കിട്ടിയേ? നമുക്കിതിൻ്റെ ഓൾജിബ്രായിക് ഫോം കിട്ടി. ഓൾജിബ്രായിക് ഫോം നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ആ തന്നിരിക്കുന്ന ഇതിൻ്റെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ, ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് കാണുന്നതെന്ന്. എങ്ങനെയാണ് കാണുക? നമുക്കിതിൻ്റെ ടേംസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം ഏതായിരിക്കും? ഇതിൻ്റെ 5 × 1 5, 5 + 1 6 ആയിരിക്കും. സെക്കൻഡ് ടേമോ 5 × 2 10, 10 + 1 11. അടുത്ത ടേമോ 5 × 3 15, 15 + 1 16. അപ്പോൾ ഇതാണ് നമ്മളുടെ സീക്വൻസ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള സീക്വൻസ്, ദ റിക്വയർഡ് സീക്വൻസ് ഇതായിരിക്കും. ഇനി നമുക്ക് ചെയ്യാലോ, എന്ത് ടൈം കണ്ടുപിടിക്കാലോ? എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഫോർമുലയുണ്ട് അല്ലേ? അപ്പോൾ Sn is equal to n/2 × 2a + n-1 × d. ഇതെന്തുകൊണ്ടാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്? ഇതിന് ലാസ്റ്റ് ടൈം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ഒരു സീക്വൻസിന്റെ മൊത്തം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ലാസ്റ്റ് ടൈം അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മളുടെ n/2 × x1 + xn ഉപയോഗിച്ചേനെ. ഓക്കെ, അപ്പോൾ ഈ n എത്രയുണ്ടെന്ന് നമുക്കറിയോ? ഇല്ല. അപ്പോൾ n/2 തന്നെ × 2a. 2 × a എന്താ? ഫസ്റ്റ് ടൈം 6 + n-1. അത് n-1 ആയിട്ട് തന്നെ കിടക്കും. d എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയാ ഇവിടെ? 5 അല്ലേ? അപ്പോൾ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 × 2 × 6 12 + n-1 × 5. അത് 5 × n × 5 5n - 1 × 5 5. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 × 12 - 5 എത്രയാ? 7 അല്ലേ? അതെ. ഓക്കെ, 12 - 5 7 ആണ്. പിന്നെ ഒരു 5n ഉണ്ട്. അപ്പോൾ 5n - 7. ഓക്കെ, നോക്കിക്കേ എന്താ കിട്ടിയേക്കുന്നത്? n/2 × 5n - 7. ഇതായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ടേംസിൻ്റെ ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ദ റൂൾ മൾട്ടിപ്പിൾ ഓഫ് 5 + 1. ഈ ഒരു റൂളിലുള്ള അല്ലെങ്കിൽ ഈ ഓൾജിബ്രായിക് ഫോം ഉള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് ഇതായിരിക്കും. ഓക്കെ അല്ലേ? ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 15, 21, 27 എക്സെട്ര. ഈ ഒരു ടേമിൻ്റെ 25 ടേംസിൻ്റെ സമ്മും അടുത്ത ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട് 7, 13, 19 എക്സെട്ര. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കും.
പിന്നെ ഇത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കും, അതിന്റെ ഡിഫറൻസ് അത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ കിട്ടും. ഓക്കെ, ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിന്റെ ചെയ്യാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന്റെ xn തന്നിട്ടില്ല, ലാസ്റ്റ് ടൈം അറിയില്ല. അപ്പോൾ നമ്മൾ ഏത് കണ്ടുപിടിക്കണം? Sn is equal to n/2 into 2a plus n-1 into d. ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ n എത്രയാ? എത്ര ടേംസ് ഉണ്ട്? 25 ടേംസ് ഉണ്ട് ഇതിനകത്ത് അല്ലേ? എ എന്താ? ഫസ്റ്റ് ടേമാ. ഏതാ ഫസ്റ്റ് ടേം ഈ ഒരു സീക്വൻസിൽ? 15 ആണ്. അപ്പോൾ a 15. ഡി കോമൺ ഡിഫറൻസ് എത്രയാ? 15ഉം 21ഉം അല്ലേ? അപ്പോൾ 6 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 25/2 ഇൻറ്റു 2 ഇൻറ്റു a 2 ഇൻറ്റു 15. എത്രയാ? 2 ഇൻറ്റു 15 30 അല്ലേ? പ്ലസ് n-1 ഇൻറ്റു ഡി. n എത്രയായിരുന്നു? 25. അപ്പോൾ n-1 എത്രയാ? 24 ഇൻറ്റു ഡി എത്രയാ? 6. ഓക്കെ അല്ലേ? ഞാനിപ്പോൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, നമ്മളിത് തന്നെയാണ് കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് സ്റ്റെപ്സ്. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും കുഞ്ഞ് സ്റ്റെപ്സ് ആക്കി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് 25/2 30 പ്ലസ് 24 ഇൻറ്റു 6 എത്രയാ? 24 144 അല്ലേ? 25/2 ഇൻറ്റു ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 174 കിട്ടും. ഇനി എന്ത് ചെയ്യും? ഇവരെ രണ്ടുപേരെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് എത്ര കിട്ടും? 87. 25 ഇൻറ്റു 87 എന്ന് കിട്ടും അല്ലേ? 25 ഇൻറ്റു 87 അത് 2175 എന്നായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സീക്വൻസിൻ്റെ എന്ത് കിട്ടിയിട്ടുണ്ട്? സമ്മ് കിട്ടിയിട്ടുണ്ട്. അടുത്ത സീക്വൻസിൻ്റെ സം ഇതുപോലെ കണ്ടുപിടിക്കുക. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, n എത്രയാ? 25. അവിടെയും 25 ടേംസാ. 25/2 2 ഇൻറ്റു a. രണ്ടാമത്തെ സീക്വൻസിൻ്റെ a എത്രയാ? 7 ഫസ്റ്റ് ടൈം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 7 14 പ്ലസ് n-1 n 25 അപ്പോൾ n-1 24 ഇൻറ്റു ഇവിടുത്തെ d എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയാ? ഇവിടെയും 6 തന്നെയാണ് കോമൺ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2 ഇൻറ്റു 14 പ്ലസ് 24 ഇൻറ്റു 6 നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് 144 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു 25/2 ഇൻറ്റു ഇതെത്ര കിട്ടും? 158 കിട്ടും. എന്താണ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 79 കിട്ടും. അപ്പം 25 ഇൻറ്റു 79 അല്ലേ? അപ്പോൾ 1975 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ആ രണ്ട് സീക്വൻസിൻ്റെയും ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മച്ച് ഈസ് മോർ ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ദാൻ ദ സം ഓഫ് ദി സെക്കൻഡ് 25 ടേംസ്. ഇതിൻ്റെ സമ്മ് ഇതിൻ്റെ സമ്മിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2175 മൈനസ് 1975 എത്ര കിട്ടും? 200 കിട്ടും. ഓക്കെ, 200 ആണ് അതിൻ്റെ ഡിഫറൻസ്. ഈസി അല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒന്നും ചെയ്യാനില്ലായിരുന്നു അല്ലേ? വേഗം ചെയ്തു നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8th ക്വസ്റ്റ്യൻ. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 50. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 10th ടേം എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ആൻഡ് 21st ടേം ഈസ് 75. 21st ടേം എന്ന് പറയുന്നത് 75 ആണ്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് 30 ടേംസ്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് സീക്വൻസ് ഒന്നും അറിയത്തില്ല, പക്ഷെ നമുക്ക് എന്തറിയാം? നമുക്ക് 10th ടേമും അറിയാം, 21st ടേമും അറിയാം. അപ്പോൾ ഫസ്റ്റ് 30 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? നമുക്ക് കോമൺ ഡിഫറൻസും സീക്വൻസും ഒക്കെ അറിയണം അല്ലേ? അപ്പോൾ സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഓർക്കുന്നുണ്ടോ? അത് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ ഈ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കിവിടെ എഴുതി വെക്കാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാവും. ഏതാ ഫോർമുല? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? നമുക്ക് n എത്ര നമ്പർ ഉണ്ട് അത് നമുക്കറിയാം. 30 ടേംസിൻ്റെ 30 ടേംസിൻ്റെ ചോദിച്ചേക്കണേ. അപ്പോൾ n-നെ നമുക്കറിയാം. ഇനി a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം നമുക്കറിയത്തില്ല. n-1 29 ആണെന്നറിയാം. കോമൺ ഡിഫറൻസ് അറിയത്തില്ല. ഇത്രയും സാധനം നമുക്കറിയണം.
അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡി കണ്ടുപിടിക്കാം. ഫസ്റ്റ് 10th ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് 21 കിട്ടുക? 11 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പം 10ഉം 11ഉം അല്ലേ 21, അത്രയും കൂട്ടുമ്പോഴാണ് നമുക്ക് 21st ടേം വരിക. ഓക്കെ, 10th ടേം ഇവിടെ 50 ആണ്. 50യോട് 11 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ 75 കിട്ടും. അപ്പോൾ 11 കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 75 മൈനസ് 50 വിച്ച് ഈസ് 25. അപ്പം നമ്മളുടെ കോമൺ ഡിഫറൻസ് 25/11 കിട്ടും. ഓക്കെ, 25/11 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടൈം വേണം അല്ലേ? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഒന്നെങ്കിൽ ഈ x10 ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം, 10th ടൈം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം, അതല്ല ഈസി. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 10th ടേമിൽ നിന്ന് 9 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും അല്ലേ? അപ്പം x10 50 ആണ്. അതിൽ നിന്ന് 9 കോമൺ ഡിഫറൻസ് അതെത്രയാ? 25/11. അതാണ് ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പം നമ്മളുടെ ഫസ്റ്റ് ടൈം എന്താ? ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുക? 50 മൈനസ് ഈ 9 × 25 ചെയ്യുമ്പോൾ നമുക്ക് 225 കിട്ടുവേ. 225/11. ഇനി ഇതെങ്ങനെയാ ചെയ്യുക? ഇത് ഡിവൈഡഡ് ബൈ 1 ആണ് അല്ലേ? അപ്പോൾ ഇതിനെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇതിനെ ഇൻറ്റു 11 ചെയ്യുക, ഇതിനെ ഇൻറ്റു 11 ചെയ്യുക. അപ്പോൾ 50 × 11 എത്ര വരും? 550 വരും. 550 ഡിവൈഡഡ് ബൈ 11 മൈനസ് 225 ഡിവൈഡഡ് ബൈ 11 അല്ലേ? കോമൺ ഡിനോമിനേറ്റർ ആയിട്ടുണ്ട്. ഇനി 550 മൈനസ് 225 ചെയ്താൽ മതി. അപ്പോൾ ഇത് എത്ര കിട്ടും? 325/11 കിട്ടും. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടൈം 325/11 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിച്ചാൽ മതി. സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സോ SN is equal to n/2 30/2 into 2 into A 2 into 325/11 plus n-1 30-1 29 into D 25/11. ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, ഇതൊക്കെ നമ്മളിപ്പോൾ സോൾവ് ചെയ്തെടുക്കും. 30/2 എത്രയാ? 15 ഇൻറ്റു, ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പേടി കാണും അല്ലേ? അത് നിങ്ങൾ ചെയ്ത് മാറും കേട്ടോ. നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ട് വരും. അപ്പോൾ പേടി മാറും. 2 into 325 എത്രയാ? 650/11 പ്ലസ് 29 into 25 ചെയ്യുക. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 725 വരുവേ. 725/11 കണ്ടോ, കുഞ്ഞായിട്ട് വന്നില്ലേ? പിന്നെ കാണുമ്പോൾ വലിയ ആനയാണല്ലോ, പാവുകയാണേ, ഒന്നും ചെയ്യൂല. ഓക്കെ അല്ലേ? അപ്പം 15 ഇൻറ്റു ഇത് ചെയ്തേ, ഡിനോമിനേറ്റർ സെയിമാ. ഇനി മുകളിലുള്ളവന്മാരെ കൂട്ടിയാൽ മതി. 650 + 725 എത്ര വരും? ഓക്കെ, ഇത് വരും. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ അർത്ഥം 1 എന്നുള്ളതാണ്. അപ്പം ഇത് രണ്ടും കൂടെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 15 × 1375 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 20,625 ആണ് കേട്ടോ, ഡിവൈഡഡ് ബൈ 11. ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഭയങ്കര ഈസി അല്ലായിരുന്നോ? കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒന്നും ഇല്ലായിരുന്നു ഇതിനകത്ത് ചെയ്യാനായിട്ടല്ലേ? സോ ഇതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ ഉണ്ടായിരുന്നു ചാപ്റ്റർ? ഓക്കെ അല്ലായിരുന്നോ? ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ ആണെങ്കിൽ ഇതിനകത്ത് പിന്നെ എക്സ്ട്രാ കുറച്ച് ഫോർമുലയൊക്കെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ച ആൾക്കാർക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് വേഗം വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ നോട്ട്സ് ആവശ്യമുള്ളവർ ചോദിക്കുക, മേടിക്കുക, പഠിക്കുക, നന്നായിട്ട് കൂട്ടുകാർക്ക് കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് വേഗം കാണാം കേട്ടോ. അതുവരേക്കും ബൈ മക്കളെ.